കോട്ടയത്തെ കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും. 40 ഡിഗ്രി വരെ എത്തിയ കോട്ടയത്തെ കടുത്ത ചൂട്, ശരീരം വിയർത്തൊട്ടുന്ന വരണ്ട കാലാവസ്ഥയും അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിൻ്റെ പുകച്ചിലും സ്ഥാനാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ വലയ്ക്കുകയാണ്. വോട്ട് പിടിക്കാൻ രാവിലെ മുതൽ രാത്രി വരെ നാടുനീളെയുള്ള അലച്ചിലിനിടയിൽ വയറ് കേടാതിരിക്കാൻ കഴിവതും വീട്ടിലെ ഭക്ഷണം സ്വന്തം വാഹനത്തിൽ പ്രത്യേകം കരുതുകയാണ് സ്ഥാനാർത്ഥികൾ. തിളപ്പിച്ചാറ്റിയ വെള്ളം, ഗ്രീൻ ടീ, കരിക്ക്, തണ്ണിമത്തൻ, വെള്ളരിക്ക, ഇവയ്ക്കൊക്കെ പുറമെ ചോറും കറികളും അല്ലെങ്കിൽ ചപ്പാത്തിയും കറിയും നിറച്ച ടിഫിൻ ബോക്സ്, ഇതൊക്കെ കരുതിയാണ് പര്യടനം നടത്തുന്നത്. നോമ്പ് കാലമായതിനാൽ വെജിറ്റേറിയൻ ഭക്ഷണത്തോടാണ് LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് പ്രിയം. കടുത്ത ചൂടിൽ ഇടയ്ക്കിടെ ചായയും കാപ്പിയും കുടിക്കുന്നത് പ്രശ്നമാകാതിരിക്കാൻ വെള്ളം കൂടിയാണ് ശരണം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ രാവിലെ പ്രചാരണത്തിനിറങ്ങുമ്പോൾ ടിഫിനും തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ കരുതും. ചൂട് കൂടിയതിനാൽ വെള്ളം കുടിച്ചു മടുക്കും. പ്രഭാത ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഉച്ചഭക്ഷണവും ടിഫിനിലുണ്ടാവും. രാത്രി ഭക്ഷണം മിക്കവാറും വീട്ടിൽ തിരിച്ചെത്തിയിട്ടായിരിക്കും കഴിക്കുന്നത്. പ്രചാരണം ചൂടുപിടിച്ച സ്വീകരണ യോഗങ്ങൾ ആരംഭിക്കുമ്പോഴും ഒന്നുകിൽ വീട്ടിലെ ഭക്ഷണം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പ്രവർത്തകരുടെ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണത്തോടാണ് താല്പര്യം. വീട്ടിൽ തയ്യാറാക്കിയ ചൂട് ജീരകവെള്ളവുമായാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിൻ്റെ പര്യടനം. വീട്ടിലെ ഭക്ഷണത്തോടാണ് പ്രിയം. പറ്റില്ലെങ്കിൽ പ്രവർത്തകർ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പണ്ടേയുള്ള ശീലമാണ്. ആഹാരം ശ്രദ്ധിച്ചല്ലേ പറ്റൂ. എപ്പോഴും കുളിച്ച് ഫ്രഷായി ഇരിക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. സാധാരണ പറ്റുമെങ്കിൽ ഒരു ദിവസം 2-3 തവണ കുളിക്കും. വെറുതെ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോഴാണേ കുളിയെങ്കിലും ഒരു പണിയായി കരുതാം. സ്വീകരണ പര്യടനം നടക്കുമ്പോൾ ചൂട് പ്രശ്നമാകും. എത്ര മടുത്താലും വെള്ളം കുടിച്ച് ക്ഷീണമകറ്റും. പ്രവർത്തകരുടെ വീടുകളിൽ കുളിക്കാനൊന്നും കയറിയേക്കരുത്. അത് മതി പിന്നെ കോലാഹലങ്ങൾക്ക്. ഇടതു വലത് സ്ഥാനാർത്ഥികൾക്ക് ചൂടുവെള്ളം നിർബന്ധമാണെങ്കിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് തണുപ്പിനോടാണ് പ്രിയം. ഭക്ഷണം കുറച്ച് പഴങ്ങളും ജ്യൂസും കഴിക്കും. വെള്ളം കൂടുതൽ കുടിക്കും. തണുത്ത വെള്ളം നിറയെ കരുതും. ഇതൊക്കെയാണെങ്കിലും ഒരു സംശയം, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്കാണ്. തുഷാർ ഇങ്ങനെ ഉണങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചതേ ഉള്ളൂ. ഇതിനിടയിലാണ് BJP അഖിലലോക നേതാവ് PC ജോർജിൻ്റെ ഒരു പ്രസ്താവന കണ്ടത്. വിളിക്കാത്ത കല്യാണത്തിന് ചോറുണ്ണാറില്ലെന്ന്. കോട്ടയത്ത് നടന്ന NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ PC ജോർജ് ബഹിഷ്കരിച്ചു അത്രേ. തുഷാർ വെള്ളാപ്പള്ളിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ബഹിഷ്കരണത്തിന് കാരണമെന്നാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞത്. ജോർജ് പങ്കെടുത്തിരുന്നെങ്കിൽ തുഷാർ ഡൽഹിയിൽ ഉറപ്പായും പാർലമെൻറ്റിൽ പോയിരുന്നേനെ. ഒരു സംശയം വേണ്ട. ഞാനിപ്പോൾ BJPയുടെ പ്രവർത്തകനാണ്. ഘടകകക്ഷികളുടെ യോഗത്തിന് ക്ഷണിച്ചാലല്ലേ പോകാൻ പറ്റൂ. എന്നെ ആരും വിളിച്ചില്ല. വിളിക്കാത്ത കല്യാണത്തിന് ചോറുണ്ണാൻ പോകുന്ന പാരമ്പര്യം എനിക്കില്ല എന്നാണ് PC ജോർജ് പറയുന്നത്. നേരത്തെ സ്മോൾ ബോയ് എന്ന് ജോർജ് പറഞ്ഞതിൽ തുഷാറിന് കലിപ്പുണ്ടായതുകൊണ്ടാണ് ജോർജിനെ വിളിക്കാഞ്ഞത്. തുഷാറിൻ്റെ റോഡ് ഷോയിലും പങ്കെടുത്തില്ല. ഇതിന് പിന്നാലെയാണ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പങ്കെടുത്ത കൺവെൻഷനിൽ നിന്നും ജോർജ് വിട്ടുനിന്നത്. കഷ്ടമായിപ്പോയി. ജോർജ് പങ്കെടുത്തിരുന്നെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിരുന്നു. ഇതാ പറയുന്നത്, മരമറിഞ്ഞ് കൊടിയിടണമെന്ന്.